ഗുഡ് ഈവനിങ് പിള്ളേരെ. അപ്പോൾ നമ്മളെ പൈത്തൻ്റെ ആദ്യത്തെ മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കാണ്. ഇവിടെ മെയിനായിട്ട് വരുന്നത് അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, പിന്നെ അതിൻ്റെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഫോർ ലൂപ്പ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ കാണാൻ പോകുന്നത്. ഒപ്പം ഞാൻ ഈ ഫോർത്ത് മൊഡ്യൂളിൻ്റെ ഈ സ്ട്രിങ് ഓപ്പറേഷനോട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രോഗ്രാമൊന്നും ചെയ്ത് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം അത് പഠിച്ചിട്ട് നമുക്ക് ഈ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കടക്കാം. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണത്, കൂടുതലായിട്ട് അറിയാനുള്ളതൊന്നുമില്ല. എന്താണ് സ്ട്രിങ് ഓപ്പറേഷൻ അല്ലേ? നമ്മൾ പഠിച്ച എങ്ങനെയൊരു സ്ട്രിങ് ഡാറ്റ ടൈപ്സിൽ ഞാൻ പഠിച്ചപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊരു സ്ട്രിങ്ങിനെ നമുക്ക് വാങ്ങാൻ പറ്റുക, ഈ ഒന്നെങ്കിൽ സിംഗിൾ കോഡ്സ് ഇടാം അല്ലെങ്കിൽ ഡബിൾ കോഡ്സ് ഇട്ടിട്ട് നമുക്ക് സ്ട്രിങ്ങിനെ വാങ്ങാൻ പറ്റും. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ന്യൂമറൽസ് അല്ലെങ്കിൽ സിംബൽസ് ആയിരിക്കും എപ്പോഴും സ്ട്രിങ്. അപ്പോൾ ഇത് വേഗം പറയാൻ കാരണം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ കാനോട്ട് ബി പെർഫോം. മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് മെയിനായിട്ട് 3 ഓപ്പറേഷനാണ് നമുക്ക് ഒരു സ്ട്രിങ്ങിൽ ചെയ്യാൻ പറ്റുക അല്ലേ? അത് സ്ലൈസ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? സ്ലൈസ് ഓപ്പറേറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ കോളനിട്ട് നമ്മൾ ചെയ്തത്? അതിനുശേഷം നമുക്ക് 2 സ്ട്രിങ് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി കോൺകാറ്റിനേഷൻ ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റേഷൻ വെച്ചിട്ട് നമുക്ക് സ്റ്റാർ ഓപ്പറേറ്റർ വെച്ചിട്ട് റിപ്പീറ്റേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 3 ഓപ്പറേഷനാണ് നമുക്ക് സ്ട്രിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. അതിൻ്റെ കോൺകാറ്റിനേഷൻ ഓപ്പറേഷൻ നമ്മൾ കണ്ടതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യം ഞാനിപ്പോൾ വേഗം പറയാവുന്ന കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വീഡിയോ അത്ര ലെങ്ത് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. നമ്മൾ ജസ്റ്റ് ഒരു വേരിയബിളിലേക്ക് ഒരു സ്ട്രിങ് വാങ്ങുക, അതിനുശേഷം ആ സ്ട്രിങ്ങിൻ്റെ കൂടെ നമുക്ക് കുറച്ചും കൂടി അധികം കൂടുതൽ കൂട്ടി ചേർക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടെസ്റ്റ് സ്ട്രിങ് മാത്രമാണ്, നമുക്ക് അതിന് മുമ്പ് ഒരു ഹലോനോട് വെക്കണമെന്നുണ്ടെങ്കിൽ ഹലോ പ്ലസ് ഇട്ടിട്ട് നമുക്ക് കൂട്ടി ചേർക്കാം. ഇനി അല്ല ഇത് വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെസ്റ്റ് 1 ടെസ്റ്റ് 2 ഉണ്ടെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് 1 പ്ലസ് ടെസ്റ്റ് 2 എന്നാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും നമ്മൾ കൂട്ടി ചേർന്ന് വരും. ഇപ്പോൾ ഹലോ പ്ലസ് ടെസ്റ്റ് ആയതുകൊണ്ട് ഹലോ ടെസ്റ്റ് സ്ട്രിങ് എന്ന് വന്നു. ഇനി ടെസ്റ്റ് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും വെക്കാം. അപ്പോൾ അതിനാണ് നമ്മൾ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി റിപ്പീറ്റേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലേ? സ്പാം എന്ന് പറഞ്ഞിട്ട് × 3 നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പാം 3 വെച്ചിട്ട് പ്രിന്റ് ചെയ്യും. ഇനി നമുക്ക് സ്ലൈസിങ് ഓപ്പറേറ്റർ നമുക്ക് എന്തെങ്കിലും ഒരു സബ്സെറ്റ് പോലെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെസ്റ്റ് സ്ട്രിങ്ങിൽ നമ്മൾ 3ാമത്തെ പൊസിഷനിൽ എന്താണെന്നുള്ളത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ 0 1 2 3 3ൽ എന്താ കിടക്കുന്ന ടി എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സബ്സ്ട്രിങ്ങിനെ നമ്മൾ കണ്ടത്. ഇനി സ്ലൈസ് ചെയ്യാൻ നമ്മൾ കോളം ഉപയോഗിക്കും. കോളം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന നമ്പർ തൊട്ട് ഇന്ന നമ്പർ വരെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ കോളം ഉപയോഗിക്കണം. ടെസ്റ്റ് സ്ട്രിങ്ങിൻ്റെ 1th പൊസിഷൻ തൊട്ട് 7th പൊസിഷൻ വരെ കിട്ടണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് സ്ട്രിങ്ങിൽ അപ്പോൾ അവിടെ തൊട്ട് 1 തൊട്ട് 7 വരെ നമുക്കിവിടെ കിട്ടും. 0 1 തൊട്ട് 7 വരെ നമുക്കിവിടെ കിട്ടും. ഇവിടെ /3 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? സ്ലാഷ് അല്ല, കോളം 3 ആണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ വാല്യൂ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് അത് 0 ആയിരിക്കും. അപ്പോൾ 0 to 3 എന്നാണ് അർത്ഥം. 0ൽ എന്താണ്? ടെസ്റ്റിൻ്റെ T ആണ്, TES ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഇനി 2 കോളൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഒന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ് ടു ലാസ്റ്റ് വേർഡ് വരെ. അപ്പോൾ അത് ST സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഇത്രയും ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി നിങ്ങൾ കാണാത്ത കുറച്ച് ഓപ്പറേഷനും കൂടി സ്ട്രിങ്ങിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് നിങ്ങൾ ഒരു പക്ഷേ C പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയാണ് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പറഞ്ഞു തരാം. ആദ്യത്തെ ഡോട്ട് ലോവർ, അതായത് ഏതാണ് സ്ട്രിങ്ങിൻ്റെ കീവേഡ് അല്ലെങ്കിൽ സ്ട്രിങ്ങിന് കൊടുക്കുന്ന വേരിയബിൾ നെയിം ഡോട്ട് ലോവർ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണേ? കൺവേർട്ട് ഓൾ അപ്പർ കേസ് ലെറ്റേഴ്സ് ഇൻടു ലോവർ കേസ്. ആ ഒരു സ്ട്രിങ്ങിലെ എന്തൊക്കെ ലെറ്റർ ഉണ്ടോ അതൊക്കെ ലോവർ കേസ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ടെസ്റ്റ് സ്ട്രിങ് നമ്മൾ കൊടുത്താലേ അതിൽ T എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആണ് കിടക്കുന്നത്, ബാക്കിയൊക്കെ സ്മോൾ ലെറ്റർ ആണ് അല്ലേ? അപ്പോൾ ഇതിന് എന്താ പേര് കൊടുത്തല്ലേ? ടെസ്റ്റ് എന്നാണ് പേര് കൊടുക്കുന്നത്. ടെസ്റ്റ് ഡോട്ട് ലോവർ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? ഈ ടിയും കൂടി സ്മോൾ ലെറ്റർ ആവും. എന്നിട്ട് സ്മോൾ ലെറ്ററിൽ ടെസ്റ്റ് സ്ട്രിങ് എന്നുള്ളത് ടൈപ്പ് ചെയ്യും. ഇനി ഡോട്ട് അപ്പറാണ് കൊടുക്കണമെന്നുണ്ടെങ്കിലോ എല്ലാം അപ്പർ കേസായി മാറും. ഇനി ഈസ് ആൽഫ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനടിയിൽ ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ ഇപ്പോൾ ഹലോ പൈത്തൺ ആണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മളൊരു ജസ്റ്റ് ഒരു സ്ട്രിങ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് S എന്ന് പറയുന്ന കീവേഡിലേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഹലോ പൈത്തൺ. പ്രിന്റ് .s ലോവർ കൊടുക്കുമ്പോൾ എന്തുണ്ടാവണേ? എസ്സിൽ എന്താ ഉള്ളത്? ആക്ച്വലി എസ്സിൽ
ഹലോ പൈത്തൺ ആണുള്ളത്. അതിൽ എച്ച് ക്യാപിറ്റൽ ലെറ്റർ ആണ്, പി ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇത് രണ്ടും സ്മോൾ ലെറ്റർ ആയിട്ട് ഹോൾ സ്ട്രിങ് സ്മോൾ ലെറ്റർ ആയിട്ട് പ്രിന്റ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹലോ പൈത്തൺ എന്ന് പറഞ്ഞിട്ട് ലോവർ ലെറ്ററിൽ ഇതേ പ്രിന്റ് ചെയ്യും. ഇതേപോലെ എസ് ഡോട്ട് അപ്പറ കൊടുക്കണമെന്നുണ്ടെങ്കിലോ ഇവിടെ അപ്പർ കേസിൽ ആകെ എച്ചും പിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, ബാക്കി എല്ലാം സ്മോൾ ലെറ്റർ ആയിരുന്നു. പക്ഷേ എസ് ഡോട്ട് അപ്പർ കൊടുത്തപ്പോൾ എന്താണ് ഉണ്ടായത്, ഹലോ പൈത്തൺ എന്നുള്ളത് ഫുൾ ഹോൾ സ്ട്രിങ് എന്തായി മാറി, അപ്പർ കേസായി മാറി. ഇനി ഫൈൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്കുള്ളത്, അതായത് കീവേഡ് ഔട്ട് ഫൈൻഡ്. ഇപ്പോൾ ഹലോ എന്തെങ്കിലും ഒരു വാക്ക് നമ്മൾ കൊടുക്കുകയാണ്, ആ വാക്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു കീവേഡ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഈ എന്ന് പറഞ്ഞ വാക്ക് ഏത് പൊസിഷനിലാണ് കിടക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ എന്ന് പറഞ്ഞ പൊസിഷൻ എവിടെ കിടക്കണേ, 0 1 1th പൊസിഷനിലാണ് കിടക്കണേ. അപ്പോൾ എസ് ഡോട്ട് ഫൈൻഡ് ഈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിയോ നിങ്ങൾക്ക് ഏത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ആ വാല്യൂ അവിടെ വരും. ഇനി നമുക്ക് അടുത്താണ് റീപ്ലേസ്. നമ്മൾ ഓൾറെഡി ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്, ആ സ്ട്രിങ്ങിനെ റീപ്ലേസ് ചെയ്തിട്ട് ഏതെങ്കിലും ക്യാരക്ടർ റീപ്ലേസ് ചെയ്ത് വേറെ ക്യാരക്ടർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹലോ പൈത്തണിലത്തെ എൽ എന്ന് പറഞ്ഞ ക്യാരക്ടറും പി എന്ന് പറഞ്ഞ ക്യാരക്ടറും അല്ല എൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ മാറ്റിയിട്ട് പി ആക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാണ് റീപ്ലേസിൽ രണ്ട് വാക്കാണ് കൊടുക്കാൻ പറ്റുക നമുക്ക്. ഫൈൻഡ് ഇതിൽ ഇങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ്, പ്രിന്റ് എസ് ഡോട്ട് റീപ്ലേസ് ആദ്യത്തെ ഫൈൻഡ് രണ്ടാമത്തെ റീപ്ലേസ്. അത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ആദ്യത്തെ ഏതാണോ ക്യാരക്ടർ ഏത് വാക്കാണോ നമുക്ക് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ ആ വാക്ക് ആദ്യം കൊടുക്കുക, രണ്ടാമത് ഈ വാക്ക് മാറ്റിയിട്ട് ഏത് വാക്കാണോ റീപ്ലേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് രണ്ടാമത് കൊടുക്കുക. പ്രിന്റ് എസ് ഡോട്ട് റീപ്ലേസ് എൽ കോമ പി. ഇത് എപ്പോഴും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും സ്ട്രിങ് ആയതുകൊണ്ട് എല്ലാം ഡബിൾ കോട്ട്സിൽ കൊടുക്കണം കേട്ടോ. ഇവിടെ കണ്ടുപിടിക്കേണ്ട വാക്കായാലും ശരി, ഇവിടെ മാറ്റേണ്ട വാക്കായാലും എല്ലാം ഡബിൾ കോട്ട്സിലോ സിംഗിൾ കോട്ട്സിലോ. ഇവിടെ സിംഗിൾ കോട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രൂ ലൈൻ ഫുള്ള് സിംഗിൾ കോട്ടിന് ഉപയോഗിക്കണം, ഡബിൾ കോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ട് ഉപയോഗിക്കണം. ഇവിടെ ഹലോ പൈത്തണിൽ HELLO ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എല്ലിനെ പകരം നമ്മൾ എന്താണ് ആക്ച്വലി മാറ്റിയിട്ടുള്ളത്, എല്ല് മാറ്റി നമ്മളിവിടെ പി ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പൊ എൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തായി മാറി, പി എന്നായി അല്ലേ, ഹെപ്പോ പൈത്തൺ. എല്ല് രണ്ട് എല്ല് മാറിയിട്ട് എത്ര എണ്ണം ഉണ്ടെങ്കിലും അതെല്ലാം റീപ്ലേസ് ചെയ്ത് ആ വാക്കായി മാറും. അതാണ് റീപ്ലേസ് എന്നുള്ളത്. ഇനി അതേപോലെ കൗണ്ട് എന്ന് പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഇപ്പോൾ ഈന്നോ ഓയോ ഈ പറഞ്ഞ ലെറ്റർ എത്രാമത്തെ പൊസിഷനിലാണ് ഇരിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് എസ് ഡോട്ട് കൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓ എന്ന് പറഞ്ഞ വാക്ക് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സോറി കൗണ്ട് അതിനല്ല, കൗണ്ട് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എത്ര ഈ ഒരു കൊടുക്കുന്ന ലെറ്റർ എത്ര എണ്ണം അതിലുണ്ടെന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓ എന്ന് പറഞ്ഞ ലെറ്റർ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കുക. ഓ എവിടെയുണ്ട്, HELLO ഓ ഇവിടെ ഒന്നായി, PYTHO ഓ ഇവിടെ രണ്ടാമത്തെ. അപ്പോൾ 2 എന്നുള്ള ഉത്തരം അവിടെ പ്രിന്റ് ചെയ്യും. ഇതേപോലെ ഇതിപ്പോൾ ജസ്റ്റ് ഒരു ലെറ്ററിൻ്റെ ആണ് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ഹോൾ സ്ട്രിങ്ങിന്റെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ലെൻ ഓഫ് ഇപ്പോൾ ഈ ഇതിന്റെ സ്ട്രിങ്ങിനെ നമ്മൾ കൊടുത്തിട്ടുള്ള എന്താണോ കീവേഡ് അല്ല വേരിയബിൾ എന്താണോ ആ വേരിയബിൾ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ സ്ട്രിങ്ങിന്റെ ലെങ്ത് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇനി ഇതുപോലെ ഈസ് ആൽഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എസ് ഡോട്ട് ഈസ് ആൽഫ. ഈ സ്ട്രിങ്ങിലുള്ളതെല്ലാം ആൽഫബറ്റ്സ് ആണോ, അത് ഇതിനിടയിൽ എന്തെങ്കിലും നമ്പറായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടോ, ന്യൂമറിക് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അണ്ടർസ്കോർ കൊടുത്തിട്ടുണ്ടോ, പ്ലസ് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പറയില്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെയിമിൻ്റെ സ്ഥാനത്ത് നമുക്ക് ലെറ്ററുകൾ മാത്രം അടിക്കാൻ പറ്റാൻ പാടുള്ളൂ അല്ലേ. അവിടെ നമുക്ക് അണ്ടർസ്കോർ പറ്റില്ല, നമ്പറൊന്നും പറ്റില്ല അല്ലേ. അപ്പോൾ ആ കൊടുത്ത ഹോൾ സ്ട്രിങ് ഈസ് ആൽഫ എന്ന് ഉദ്ദേശിക്കുന്നത് ഈസ് ആൽഫബറ്റിക്, അതിനുള്ളിൽ മുഴുവൻ ആൽഫബറ്റിക് വാക്കുകൾ മാത്രമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ് ഡോട്ട് ഇ ആൽഫ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോൾ ഹലോ എന്ന് പറഞ്ഞ വാക്കാണ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതിൽ ട്രൂ വന്നു, റിസൾട്ട് ട്രൂ ആയിട്ട് വന്നു. ഈ HELLO ഹലോ 1 2 3 ആണ് നമ്മളിവിടെ അടിക്കണമെന്നുണ്ടെങ്കിലോ ഇതിവിടെ റിസൾട്ട് ഫോൾസ് ആവും, കാരണം 1 2 3 എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സ് അല്ല. അതിനാണ് ഈ സാൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കീവേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ലാസ്റ്റത്തെയാണ് ഈസ് ഡിജിറ്റ്. നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഈസ് ആൽഫബറ്റിക് ആണ്. ഇപ്പൊ ഫോൺ നമ്പർ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ വേറെ ഒന്നും കൊടുക്കാൻ പാടില്ല അല്ലെ. ഫോൺ നമ്പർ നമ്മൾ തന്നെ 10 വാക്കും ഡിജിറ്റ് നമ്പർ ആയിരിക്കണം അല്ലെ. 9846112233 എന്ന് പറയുന്ന പോലെ എല്ലാം അതിൽ ഡിജിറ്റ് ആയിരിക്കണം. ഇപ്പോൾ ഹോൾ സ്ട്രിങ് ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈസ് ഡിജിറ്റ്, അതിലുള്ള കണ്ടന്റ് മുഴുവൻ ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ് ഡിജിറ്റ് ഉപയോഗിക്കും. ഇവിടെ ഫോൾസ് വരാൻ കാരണം ടെസ്റ്റിൽ ഓൾറെഡി എന്താണ് കൊടുത്തിട്ടുള്ളത്, ഹലോ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ വരെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലോ അത് ട്രൂ ആയിട്ട് ഇവിടെ പ്രിന്റ് ചെയ്യും. ഇതാണ് സ്ട്രിങ്ങിന്റെ
ഒരു മെത്തേഡുകളും അതിൻ്റെ ഉപയോഗിക്കുന്ന രീതിയും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോക്കുക. ഞാനിപ്പോൾ ഈ കോഡിങ്ങിലേക്ക് പോകാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കോഡിങ് ഓരോന്ന് കാണാം. ഇത് നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നാലെ തന്നെ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ഈ ബൂളിയൻ എക്സ്പ്രഷനോട് ഈ വീഡിയോയിൽ പറയാം. 10 മിനിറ്റ് ആയിട്ടുള്ളൂ, നമുക്ക് സമയമുണ്ട്. ബൂളിയൻ എക്സ്പ്രഷൻ. അപ്പോൾ സ്ട്രിങ് ആണ് നമ്മൾ പഠിച്ചത്. സ്ട്രിങ്ങിൻ്റെ 4 ഓപ്പറേഷൻസ് പഠിച്ചു. അതിനുള്ളിലത്തെ മെത്തേഡ് എത്ര ഉണ്ടായിരുന്നു? 1 2 3 4 5 6 7 8 9 മെത്തേഡും ഉണ്ട്. അപ്പോൾ നന്നായിട്ട് നോക്കാം നിങ്ങൾ. ഇനി ബൂളിയൻ എക്സ്പ്രഷൻ, ഇത് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിന്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് ബൂളിയൻ എക്സ്പ്രഷൻ. ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബൂളിയൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഐദർ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും ബൂളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. A Boolean expression may have only one of two values, either true or false. അതിൻ്റെ റിസൾട്ട് ബൂളിയൻ എന്ന് പറഞ്ഞ ഒരു കീവേഡിന്റെ റിസൾട്ട് എപ്പോഴും ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഇപ്പോൾ 5 = 5 ആണെന്നുണ്ടെങ്കിൽ ട്രൂ വരും. 5 = 6 ആണോ, അതിൻ്റെ ഉത്തരം എന്താണ്? ഫോൾസ് ആണ്. 5 = 6 അല്ലേ, നമുക്കറിയാം. അതേപോലെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ആ ഒരു വാക്ക്, ഇപ്പോൾ ട്രൂ എന്ന് പറഞ്ഞ വാക്ക്, അത് ബൂളിയൻ ഏതാണോ ടൈപ്പ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈപ്പ് ബ്രാക്കറ്റ് വേരിയബിൾ നെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബൂളിയൻ ആണെന്നുണ്ടെങ്കിൽ ബൂളിയൻ വേരിയബിൾ വരും. അപ്പോൾ ഇതാണ് ബൂളിയൻ എക്സ്പ്രഷൻ. നമുക്ക് നോർമലായിട്ട് അറിയുന്നതാണല്ലോ ഇഫ് കണ്ടീഷൻ. കാരണം ഇത് പഠിക്കാൻ കാരണം ഇഫ് കണ്ടീഷൻ നമുക്ക് ഇതൊക്കെ ആവശ്യം വരും. ഇഫ് A > B, A > B എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ അതെന്താ, അതിൻ്റെ റിസൾട്ട് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ വർക്ക് ചെയ്യും, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത കണ്ടീഷൻ വർക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ആ കണ്ടീഷനും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റും കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.